പ്രിയപ്പെട്ടവരെ, വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതിൻ്റെ ചില ക്ലിപ്പുകൾ ഞാനിവിടെ കാണിക്കുന്നു. എന്ത് ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥയാണല്ലേ. സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം രക്ഷിക്കുന്നതിനിടെ അപകടത്തിൽ മരിച്ച ആർ രാജേഷ് എന്ന നീന്തൽ വിദഗ്ധൻ്റെ മൃതദേഹത്തോട് കാണിച്ച അനാദരവിനെക്കുറിച്ചാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ സ്വന്തം ജാക്കറ്റ് ഊരി മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അപകടത്തിൽപ്പെടുകയും അദ്ദേഹത്തെ കാണാതാവുകയും പിന്നീട് 2-3 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ലഭിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മുഖ്യമന്ത്രി അടക്കം പോയി ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നൊരു സാഹചര്യവും നമ്മൾ കാണുകയുണ്ടായി. ഇപ്പോൾ വന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ണൂരിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി എംബാം ചെയ്യാതെ ഫ്രീസർ ഇല്ലാത്ത ആംബുലൻസിലാണ് കൊണ്ടുവന്നതെന്നും അത് ചാവക്കാട് എത്തിയപ്പോൾ ആ ആംബുലൻസ് ഡ്രൈവറുടെ ഇടപെടൽ കൊണ്ടാണ് ഫ്രീസറുള്ള മറ്റൊരു ആംബുലൻസിലേക്ക് മാറ്റാൻ വേണ്ടി സാധിച്ചത് എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്ത് ദുരവസ്ഥയാണിത്! എന്ത് ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണിത്! ഒരു മനുഷ്യസ്നേഹിയെ സ്വന്തം ജീവൻ പോലും മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു മനുഷ്യസ്നേഹിയെ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തോട് കാണിച്ച അനാദരവ് അത് മാപ്പർഹിക്കാത്തതാണ്. അതിൻ്റെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥ കാണിച്ചവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണം. കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് എന്ത് പരാജയമാണ് എന്നുള്ള രീതിയിലാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് ആരോഗ്യമന്ത്രിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇതിൽ കുറ്റകരമായിട്ടുള്ള അനാസ്ഥ കാണിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്.